ഏതായാലും കേരള ഭാഗ്യക്കുറിയിൽ ഭാഗ്യപരീക്ഷണത്തിന് ചെലവേറുകയാണ്. കാരണം പ്രതിദിനം ടിക്കറ്റ് എടുക്കുന്നവർ ഇതുപോലെ ഒരു ടിക്കറ്റ് അല്ല എടുക്കുന്നത്, 10ഉം അതിലധികവും ടിക്കറ്റ് എടുക്കുന്നവരാണ്. 10 ടിക്കറ്റ് എടുക്കുന്നവർക്ക് തന്നെ 10 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ അത് 100 രൂപ അധിക ചെലവുണ്ടാക്കുന്നു. 10 രൂപ കൂട്ടുമ്പോൾ ഒരു ദിവസം അധിക ചെലവ് വരില്ലേ? 2 ടിക്കറ്റ് എടുക്കും. 3 എടുക്കേണ്ട 2 എടുക്കും, അത്രയുള്ള സാറേ. 4-5 എടുക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു 4 അല്ലെങ്കിൽ 3 നിർത്തേണ്ടി വരും. സമ്മാനങ്ങളുടെ എണ്ണവും സമ്മാനമായി നൽകുന്ന തുകയും വർദ്ധിപ്പിച്ചത് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ദിവസവും ലോട്ടറി എടുക്കുന്നവർ ഭാഗ്യം പരീക്ഷിക്കുന്നത് ലക്ഷങ്ങൾ കിട്ടാനല്ല. 5000 രൂപ കിട്ടിയാൽ മാസം ജീവിക്കാൻ ഒരു സഹായമാകുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ 5000 രൂപ സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഘടന പഴയതുപോലെ തന്നെയാണ്. ടിക്കറ്റ് എടുക്കുന്നവരും വിൽക്കുന്നവരും നിരാശയിലാണ്. 5000 നേരത്തെ ഉള്ളതിനെ 18 തവണ, അത് 18 വന്നാൽ പറ്റൂല. 5000ന്റെ സമ്മാനം മുമ്പത്തെ പോലെ വന്നിട്ട് 50 രൂപ ആക്കുമ്പോൾ വലിയ കഷ്ടമാണ്. ഇപ്പൊ ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് നമ്മളെടുക്കൂല. പിന്നെ 50 രൂപ പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരാണ് 50 രൂപ പ്രൈസാ എന്നാണ് ചോദിക്കുന്നത്. നമ്മളുടെ ടിക്കറ്റ് നിരക്ക് കൂടുമ്പോൾ വിൽപ്പനയെ ബാധിക്കുമെന്നാണ് ഏജന്റുമാരുടെ വിലയിരുത്തൽ. ടിക്കറ്റിന്റെ വില കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ 5000ന്റെ പ്രൈസ് ഉണ്ട്. 5000ന്റെ പ്രൈസ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സെയിൽസിനെ ബാധിക്കും. ഇപ്പോഴത്തെ സമ്മാനഘടന പ്രകാരം 2,65,705 ആകെ സമ്മാനങ്ങൾ. ഇത് സമ്മാനഘടന പുതുക്കുന്നതോടെ 6,54,505 വർദ്ധിക്കുകയാണ്. ഇപ്പോൾ കാരുണ്യ ലോട്ടറിയിൽ ആകെ സമ്മാനമായി നൽകുന്നത് 20 കോടി 3 ലക്ഷം രൂപയാണെങ്കിൽ പുതിയ സമ്മാനഘടനയിലൂടെ 24,20,23,000 രൂപയാണ് സമ്മാനമായി നൽകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും പ്രതിവാര ലോട്ടറിയിൽ സമ്മാനം കിട്ടുന്നില്ലെന്ന് കേരളത്തിലെ ഭാഗ്യാന്വേഷികളിൽ പരാതി തുടർന്നാൽ ഈ നിരക്ക് വർധന ലോട്ടറി വിൽപ്പനയ്ക്ക് തിരിച്ചടിയാകും. സമ്മാനം കൂട്ടുകയാണെങ്കിൽ നിലനിൽക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഈ കേരള ലോട്ടറി എന്ന് പറയുന്ന മുതലേ പൊളിഞ്ഞു പോകും. ഏപ്രിലിൽ തന്നെ നിരക്ക് വർദ്ധിപ്പിച്ച ടിക്കറ്റുകൾ വിപണിയിൽ എത്തിക്കുമെന്നാണ് ലോട്ടറി ഡയറക്ടറേറ്റ് അധികൃതർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.